വയനാട് സുർജിത്ത് അയ്യപ്പത്തുണ്ട്. സുർജിത്ത് ചേരുകയാണ്. സുർജിത്ത്, അവിടെ എന്താണ് രാഹുൽ ഗാന്ധിയുടെ അട്ടിമറിയൊന്നും ആരും പ്രീപോളുകൾ പ്രവചിക്കുന്നൊന്നുമില്ലെങ്കിലും അനിരാജൊക്കെ നല്ല പ്രചരണമാണ്. എന്ന് പറഞ്ഞാൽ ഒന്നാം ക്ലാസ് പ്രചരണമാണ്. കെ സുരേന്ദ്രൻ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അവർ കിട്ടാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയോട് മത്സരിക്കുന്നു. ഏതോ തരത്തിലുള്ള ഒരു ടെൻഷൻ അവിടെ ഉണ്ട്. സുർജിത്ത്, എങ്ങനെയാണ് കൊട്ടിക്കലാശത്തിന്റെ അവസാന മണിക്കൂറുകൾ? ഹാഷ്മി, താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെയാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ, അതായത് 2019 തെരഞ്ഞെടുപ്പിൽ ഇവിടേക്ക് സ്ഥാനാർത്ഥിയായി എത്തുന്ന ഘട്ടത്തിലുണ്ടായിരുന്ന ഒരു ബൂമിംഗ് ഇപ്പോൾ നമുക്ക് എവിടെയും കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ രാഹുലിൻ്റെ സാന്നിധ്യം തന്നെയാണ് വലിയ അളവിൽ ചർച്ചയാക്കുന്നതും. രാഹുലിൻ്റെ മത്സര സാന്നിധ്യം തന്നെയാണ് രാഹുൽ അനുകൂല വോട്ടുകളും രാഹുൽ വിരുദ്ധ വോട്ടുകളും എന്നുള്ള തരത്തിലേക്ക് ഇവിടുത്തെ ഒരു വോട്ട് ഷിഫ്റ്റിംഗ് മാറാനുള്ള അത്തരത്തിലുള്ള സാധ്യതയിലേക്കാണ് പോകുന്നത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഭൂരിപക്ഷം കഴിഞ്ഞ തവണ 4 ലക്ഷത്തിലധികമെങ്കിൽ അത് ഇത്തവണ അത് കുറയാനുള്ള സാധ്യത തന്നെയാണ് UDF നേതൃത്വം കണക്കുകൂട്ടുന്നത്. അവർ 5 ലക്ഷത്തിലേക്ക് ഈ ഭൂരിപക്ഷം ഉയർത്തുമെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും അത്തരത്തിൽ ഒരു വോട്ടിംഗ് നില ഉണ്ടാകുന്ന സാഹചര്യം ഇല്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് പൊതു വിലയിരുത്തൽ ഉണ്ടാകുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആനി രാജയുടെ മത്സര സാന്നിധ്യം തന്നെയാണ്. കഴിഞ്ഞ മാസം 1-ാം തീയതി മുതൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച അന്ന് മുതൽ തന്നെ അവർ ഈ മണ്ഡലത്തിലുണ്ട്. മണ്ഡലത്തിൻ്റെ മുക്കും മൂലയിലും ഈ സ്ഥാനാർത്ഥി പര്യടനം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അതായത് നേരിട്ട് പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ടുകൊണ്ടുള്ള പ്രചാരണ രീതിയാണ് അവർ അവലംബിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അവസാന നിമിഷത്തിൽ പോലും അത്തരത്തിൽ തന്നെ അവരുടെ സ്ഥാനാർത്ഥി പര്യടനം മുന്നോട്ട് പോവുകയാണെന്ന് വഴിക്കടവിലാണ് ആനി രാജ ഉള്ളത്. രാഹുൽ ഗാന്ധി ഇവിടേക്ക് എത്തിയത് 2 തവണയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി എത്തിയത്. ഒന്ന് നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന സമയത്താണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചുങ്കം ജംഗ്ഷനിലാണ്. നാളെ കൊട്ടിക്കലാശം നടക്കുന്നത് ഈ ചുങ്കം ജംഗ്ഷനിലാണ്. ഏറ്റവും പ്രധാനമായും 3 മുന്നണികളെയും കൊട്ടിക്കലാശം നടക്കുന്നത്. ഈ വയനാട്ടിൽ ഈ രാഹുൽ ഗാന്ധി ഇവിടെ ഈ പല ഘട്ടങ്ങളിലും നടത്തിയ ഇടപെടൽ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് UDF പ്രചാരണം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ദേശീയ വിഷയങ്ങളടക്കം പരാമർശിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി പ്രചാരണം നടത്തുന്നത്. ഒപ്പം തന്നെ BJPയുടെ മത്സര സാന്നിധ്യം ഏറ്റവും സവിശേഷമാണ്. BJP സംബന്ധിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BDJS ആയിരുന്നു സീറ്റ്. രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്നുള്ള ആവശ്യം കേന്ദ്ര നേതൃത്വം നിർദ്ദേശിക്കുന്നു. അതിൻ്റെ ഭാഗമായി നരേന്ദ്രമോദിയുടെ ഉൾപ്പെടെയുള്ള ഇടപെടലിൻ്റെ ഭാഗമായി തന്നെയാണ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നു എന്നുള്ള പ്രതീതി വരുത്താൻ വേണ്ടി ഇവിടേക്ക് എത്തിച്ചത്. എന്തായാലും വലിയ വിവാദങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ അത്തരത്തിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഗണപതി വട്ടം പോലുള്ള പേരുമാറ്റമടക്കമുള്ള സുൽത്താൻ ബത്തേരിയുടെ പേരുമാറ്റമടക്കമുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അത് BJP നേതൃത്വം ഉയർത്തിക്കൊണ്ടുവന്ന വിവാദമാണ്. ഇന്നലെ പോലും നടത്തിയ പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രസ്താവന എന്ന് ആരോപിക്കുന്ന വിധത്തിലുള്ള ആ പ്രസ്താവനയുടെ ചുവട് പിടിച്ചുകൊണ്ടുള്ള ചില പ്രസ്താവനകൾ കെ സുരേന്ദ്രൻ്റെ ഭാഗത്തുനിന്ന് സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉയർന്നു. അത്തരത്തിൽ ചെറിയ വിവാദങ്ങൾ മാത്രമാണുള്ളത്. ഈ വയനാടിനെ സംബന്ധിച്ച് അടിസ്ഥാന പ്രശ്നങ്ങളെല്ലാം തന്നെ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അതായത് ഈ ഇവിടുത്തെ വന്യമൃഗശല്യം, റെയിൽവേ കണക്ടിവിറ്റി, എയർ സ്ട്രിപ്പ്, അതോടൊപ്പം തന്നെ ബദൽ പാതകൾ ഉൾപ്പെടെയുള്ള സവിശേഷ വിഷയങ്ങളെല്ലാം തന്നെ വളരെ സജീവമായ രീതിയിലുള്ള ചർച്ച ചെയ്യപ്പെട്ട തെരഞ്ഞെടുപ്പ് ഘട്ടമായിരുന്നു ഇത്. എന്തായാലും അവസാന ലാപ്പിലേക്ക് കുതിക്കുന്നു. 3 മണ്ഡലങ്ങൾ ചുരത്തിന് മുകളിൽ, നാടുകാണി ചുരത്തിനും താമരശ്ശേരി ചുരത്തിനും താഴെ 4 മണ്ഡലങ്ങൾ. ഇതിൽ 3-ൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന് സ്വാധീനം, ഇടതുപക്ഷം വിജയിച്ച മണ്ഡലങ്ങളാണ്. ചുരത്തിന് മുകളിൽ മാനന്തവാടി, അതോടൊപ്പം തന്നെ ചുരത്തിന് താഴെ നിലമ്പൂരും, അതോടൊപ്പം വയനാട് ചുരം കയറി നിൽക്കുകയാണ്. അവിടെയും നാളെ കൊട്ടിക്കലാശത്തിന് അവിടെയും ആവേശത്തിന് തരിപോലും കുറവുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി അവിടെ വിലക്ക് കഴിഞ്ഞൊക്കെ എത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ അയോഗ്യത വ്യവഹാര വഴിയിൽ വിജയിച്ച് അങ്ങോട്ടൊക്കെ എത്തുമ്പോൾ രാഹുൽ ഗാന്ധി കൊടുത്ത സ്വീകരണമൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അവിടെ അങ്ങേയറ്റം വലിയ ആവേശമുള്ള മണ്ഡലമാണ്.